എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിന്റെ 39ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നീണ്ട ജേണിയാണ് അല്ലെ, ഇന്ന് നമ്മൾ 39ാമത്തെ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മളോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ റീജിയണൽ ഫെസിലിറ്റേറ്റർ ആയ മോഹൻ അങ്കിളാണ്. വെൽക്കം അങ്കിൾ. നമസ്കാരം അങ്കിൾ. അപ്പൊ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സെൻറ്ററിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. എപ്പോഴും ഇന്നത്തെ ഒരു പല പല ഡൊമൈൻസ്, അതായത് ഹാർട്ട്ഫുൾനെസ്സിലെ പല പല ഇനീഷ്യേറ്റീവ് ആയിരുന്നു. എന്താ പറയുക, ഗീതോപദേശം, അതുപോലെ തന്നെ പ്രിസെപ്റ്റേഴ്സ് ട്രെയിനിങ്, ഇതിലൊക്കെ തന്നെ ഇപ്പോൾ ദാജി ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ? എന്താണ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷനും സ്പിരിച്വാലിറ്റിയുമായിട്ടുള്ള കണക്ഷൻ എന്നുള്ളത് എന്താണ് അങ്കിൾ അതിനെ കുറിച്ച് ഷെയർ ചെയ്യാം? ഓക്കെ. നമ്മള് മിഷൻ 2015 ശേഷമാണ് ഈ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്നത്. ദാജിയുടെ കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് അമേരിക്കയിലും യൂറോപ്പിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇത് നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ വളരെ പോപ്പുലറായിരുന്നു. NVC. അതിൻ്റെ ഉപജ്ഞാതാവ് മാർഷൽ റോസൻബർഗ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. യൂട്യൂബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ NVC എന്നാണ്. അതായത് അഹിംസാത്മകമായ ആശയവിനിമയം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോസ് എല്ലാം നമുക്ക് ധാരാളം യൂട്യൂബിൽ കാണാൻ കഴിയും. അപ്പൊ അദ്ദേഹം വരുന്നുമ്പോ തന്നെ 2 കൈയിലും ഒരു ഗ്ലൗസ് ഇട്ടുണ്ടാവും. ഒരു കൈയിലെ ഗ്ലൗസിന് ജിറാഫിന്റെ ഷേപ്പാണ്, മറ്റേ കയ്യിൽ ഉള്ള ഗ്ലൗസിന് കുറുക്കന്റെ ഷേപ്പാണ്, ജാക്കൽ. അപ്പോൾ ജിറാഫ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ട് നോൺ വയലന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ പ്രതിനിധിയാണ്. കുറുക്കൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ, കഥകളിലൊക്കെ വയലന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ പ്രതിനിധി. അപ്പൊ ഈ കയ്യിൽ ഇത് രണ്ടും ഇങ്ങനെ ഇട്ടിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ്, നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷനും വയലന്റ് കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കിയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഗ്ലൗസ് ഇട്ടിട്ടാണ് സംസാരിക്കുന്നത്. യൂട്യൂബിൽ ധാരാളം വീഡിയോ ഉണ്ട്, നല്ല രസകരമായിട്ടുള്ള വീഡിയോസ് ഇദ്ദേഹത്തിന്റെ.
ഇദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് ബേസിക്കലി. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവന എന്താ വെച്ചാൽ, ഞാൻ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അദ്ദേഹം പറയാണ്, അനുകമ്പ, ദയ, കരുണ, ഈ ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഹൃദയത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു താളം അല്ലെങ്കിൽ ലയം, അതാണ് ആശയവിനിമയം. അപ്പോ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവന. അപ്പൊ ആലോചിച്ചു, അനുകമ്പ, ദയ, കരുണ, ഇതൊക്കെയാണ് അതിന്റെ പ്രധാനമായിട്ട് അദ്ദേഹം എടുത്തു കാണിക്കുന്നത്. ഈ കരുണ, ദയ, അനുകമ്പ എന്നൊക്കെ പറയുന്നത് ഭാരതീയ തത്വശാസ്ത്രം അനുസരിച്ച് ധർമ്മത്തിന്റെ ഉദാത്തമായ ഭാവങ്ങളാണ്. ഇപ്പൊ ഭഗവത്ഗീതയില് നമ്മളെ ധർമ്മത്തിനെ തലനാരിഴ കീറി പരിശോധിക്കുന്ന ഒരു ഇതിഹാസമാണ് മഹാഭാരതം. അതിലാണല്ലോ ഭഗവത്ഗീത വരുന്നത്. അപ്പോ മഹാഭാരതത്തിലെ ഒരു എപ്പിസോഡുണ്ട്, പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത്. പാഞ്ചാലി സദസ്സിനോട് ഒരുപാട് ധർമ്മ പ്രശ്നങ്ങൾ ഉന്നയിക്കും. ഭർത്താവായിട്ടുള്ള ധർമ്മപുത്രർ സ്വയം പണയപ്പെടുത്തിയതിന് ശേഷമാണോ എന്നെ പണയപ്പെടുത്തിയിരിക്കുന്നത്, അതോ എന്നെ പണയപ്പെടുത്തിയതിന് ശേഷമാണോ അദ്ദേഹം പണയപ്പെട്ടത്? എന്താണെന്ന് ചോദിക്കും. കാരണം സ്വയം പണയപ്പെട്ട ഒരാൾക്ക് മറ്റൊരാളെ പണയം വെക്കാനുള്ള അധികാരം ഉണ്ടോ? സദസ് മൗനം പാലിക്കും. അപ്പോ ഈ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നത് ധർമ്മമാണോ അധർമ്മമാണോ? അതിന് ഈ സദസ്സിലെ പ്രമുഖരായിട്ടുള്ള ധാർമ്മികരാന്ന് നമ്മൾ നടിക്കുന്ന ആളുകൾക്ക് ഒക്കെ മൗനം പാലിക്കും. പക്ഷെ ഒരാൾക്ക് മാത്രം ഇതിൽ യാതൊരു തരത്തിലുള്ള, അപ്പൊ ധർമ്മസങ്കടത്തിലാണ് ഈ കഥാപാത്രങ്ങൾ പലരും. അതായത് ധർമ്മം എന്താ അധർമ്മം എന്താന്നുള്ള ഒരു ബൗണ്ടറി മനസ്സിലാക്കാൻ പറ്റാതെ. പക്ഷെ ഒരാൾക്ക് മാത്രം ഈ ധർമാധർമ്മ പ്രശ്നങ്ങളിൽ ഒരു കൺഫ്യൂഷനും ഇല്ല, അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെട്ട് പാഞ്ചാലിയെ ആ ദുരവസ്ഥയിൽ നിന്ന് രക്ഷിക്കണം. നമുക്കറിയാം കഥ എന്താണ്. അപ്പൊ അതിനുശേഷം ഈ പാണ്ഡവന്മാരായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും, നിങ്ങൾക്ക് ആർക്കും തന്നെ ധർമ്മത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള മുഖം എന്താണെന്ന് അറിയില്ല. ധർമ്മത്തിന്റെ ഉദാത്തമായിട്ടുള്ള ഭാവം കരുണയാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന ആളാരാണ്? പാഞ്ചാലി. അപ്പൊ പാഞ്ചാലിയെ ആ ദുരവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് കരുണയാണത്. അതാണ് അവിടെ ധർമ്മം, അതാണ് പൗരുഷവും. അപ്പോൾ ഈ ധർമ്മവും പൗരുഷവും, കരുണയും പൗരുഷവും കൂടി ചേർന്ന് വരുന്ന ഒരു ധാർമ്മികമായിട്ടുള്ള മൂല്യമാണ് അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. അതായത് കരുണയാണ് ധർമ്മത്തിന്റെ ഉദാത്തമായ ഭാവം. ഇത് 6000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്ന തത്വമാണ്. മാർഷൽ റോസൻബർഗ് പറയുന്നത് അതാണ്. അനുകമ്പ, ദയ, കരുണ, അതിനെ അടിസ്ഥാനമാക്കി ഹൃദയങ്ങളുടെ ഒരു താളം, അതാണ് ആശയവിനിമയം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ അതായത് ഹൃദയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആത്മീയതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹവും ഇത് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഹൃദയവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പൊ നമ്മൾ സെൻറ്ററിങ് ചെയ്തതുപോലെ നമ്മളെ ചുറ്റുമുള്ള എല്ലാവരുടെയും ഹൃദയത്തിലുള്ള അതേ ദിവ്യത്വവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കും. ഇങ്ങനെ പരസ്പരം ഹൃദയങ്ങൾ കണക്ട് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ ക്ഷേമത്തിനെ കുറിച്ചായിരിക്കും, വെൽഫെയറിനെ കുറിച്ചായിരിക്കും ആദ്യം ആലോചിക്കുന്നത്. അപ്പോൾ തിങ്ക് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ ആദ്യം കണക്കാക്കുക എന്നുള്ളതാണ് ഈ ആശയവിനിമയത്തിന്റെ അടിസ്ഥാന തത്വമായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ ക്ഷേമത്തിനെ നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടുള്ള ഒരു ആശയവിനിമയ രീതിയാണത്. അപ്പോ ഇത് ആണ് നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ഐഡിയ, മാർഷൽ റോസൻബർഗിന്റെ. ഇനി ഈ നമ്മുടെ മിഷനിലെ ഒരു റിസപ്റ്റർ, അവര് ലിസ് കിങ്സ്നോർത്ത് എന്നാണ് അവരുടെ പേര്.
അവരാണ് ഇപ്പോൾ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ ഡയറക്ടർ. അവര് നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷനിലെ ഈ മാർഷൽ റോസൻബർഗിന്റെ അടുത്ത് ട്രെയിനിങ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ NVCയിലെ ട്രെയിനറാണ് അവര്. ലിസ് സ്കോട്ട്ലാൻഡാണ്. അപ്പോൾ അവര് നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിലെ ഒരു പ്രിസെപ്റ്ററും കൂടിയാണ്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് ട്രെയിനറാണ്, NVC ട്രെയിനർ, നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷന്റെ ട്രെയിനറും കൂടിയാണ്. അവര് ഒരിക്കൽ ദാജിയെ മീറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ദാജിയോട്, ഞാനിങ്ങനെ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള മാർഷൽ റോസൻബർഗിന്റെ ഇതിലെ ഒരു ട്രെയിനറാണ്. അപ്പോഴാണ് ദാജി ട്രൂത്ത് എറ്റേണൽ, നമ്മുടെ നിരന്തര സത്യം എന്നുള്ള ലാലാജി മഹാരാജിന്റെ പുസ്തകത്തിലെ ഒരു ഭാഗം ലിസിന് വായിക്കാൻ കൊടുക്കുക. ലാലാജിസ് പ്രിൻസിപ്പിൾസ് ഓഫ് കൺവെർസേഷൻ, LPOC എന്ന് പറയുന്നത്. ഏതാനും പേജ്, 4-5 പേജുകളിൽ ട്രൂത്ത് എറ്റേണലിലുണ്ട്, നമുക്ക് എല്ലാവർക്കും വായിക്കാൻ കിട്ടുന്നത്. മലയാളത്തിലും ഈ പുസ്തകം ലഭ്യമാണ്. ഇത് വായിച്ചപ്പോഴാണ് ലിസ് കിങ്സ്നോർത്ത് പറഞ്ഞത്, ഇത് തന്നെയാണ് നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷനിലും പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് അതിനേക്കാൾ ഡീപ്പർ ആയിട്ടുള്ള സ്പിരിച്വൽ ആസ്പെക്റ്റിനെ കുറിച്ചാണ് ലാലാജി മഹാരാജ് പറയുന്നത്. LPOC, അതായത് ലാലാജീസ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ, അതായത് ആശയവിനിമയത്തിന് ലാലാജിയുടെ തത്വങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അപ്പോ അങ്ങനെയാണ് ഈ NVCയും LPOCയും കൂടി ചേർത്ത് ദാജിയുടെ നിർദ്ദേശത്തിൽ HC, ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു പുതിയ സംഗതി നമ്മുടെ മിഷൻ അവതരിപ്പിച്ചത്. അപ്പോൾ അത് NVCയും LPOCയും കൂടി ചേർന്ന സമഗ്രമായിട്ടുള്ള രൂപമാണ്. അതിന്റെ ഡയറക്ടറാണ് നമ്മുടെ ലിസ് കിങ്സ്നോർത്ത്. ഇപ്പോൾ ഡോക്ടർ അജയ് പറഞ്ഞ പോലെ അത് ഇപ്പോൾ നമ്മൾ എല്ലാ പ്രിസെപ്റ്റേഴ്സ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് പുതിയ പ്രിസെപ്റ്റേഴ്സിന്റെ ട്രെയിനിങ്ങിൽ ഒരു മോഡ്യൂളാക്കി മാറ്റിയിട്ടുള്ളത്. ഗീതോപദേശത്തിന്റെ മോഡ്യൂളിൽ അത് ചേർത്തുണ്ട്. കാരണം സ്ഥിതപ്രജ്ഞൻ, ഭഗവത്ഗീതയിലെ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്ന് പറഞ്ഞിട്ട്, സ്ഥിതപ്രജ്ഞൻ എങ്ങനെ ഇരിക്കും, നടക്കും, സംസാരിക്കും എന്നൊക്കെ ഉള്ളത്. സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ആളുടെ ആശയവിനിമയം, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കരുണ, അനുകമ്പ, ദയ, ഇത്തരം ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആശയവിനിമയം. അപ്പോൾ ദാജിയുടെ അഭിപ്രായത്തില് നമ്മുടെ മിഷനിലെ എല്ലാ ആത്മീയ സാധകരും ഈ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള മോഡ്യൂൾ കൂടെ കടന്നു പോകണം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇനി ലാലാജി മഹാരാജിലേക്ക് വന്നാൽ, ഈ ലാലാജിയുടെ തത്വങ്ങൾ, ഹൃദയംഗമമായ ആശയവിനിമയത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, LPOC എന്ന് പറയും, ലാലാജീസ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ. അതിൽ അദ്ദേഹം പറയണത്, സിവിൽ ടങ് ഈസ് എ പ്രീ റിക്വസിറ്റ് ടു അച്ചീവ് ദ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ്. സിവിൽ ടങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കരിച്ച നാവ്, അതായത് ഹൃദയംഗമായ ആശയവിനിമയം. മനുഷ്യന്റെ പരിപൂർണത അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം, ആ ഒരു ലക്ഷ്യവുമായിട്ട് മുന്നേറുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് അനിവാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത് നമ്മുടെ സ്വഭാവത്തിന്റെ പ്രകടനമാണ്. നമ്മൾ ആശയവിനിമയം നടത്തുന്നത് നമ്മുടെ സ്വഭാവം തന്നെയാണ്. അപ്പോൾ ഇതാണ് ലാലാജി അതിന്റെ തുടക്കത്തിൽ പറയുന്നത്. പിന്നീട് അദ്ദേഹം അത് വിശദീകരിക്കുന്നു. അതായത് ആത്മൻ എന്നുള്ള വാക്കിന്റെ വിശദീകരണത്തിൽ, ആത്മൻ എന്നുള്ള വാക്ക് ആദ്യമായിട്ടാണ് ലാലാജി മഹാരാജാണ് ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു ആശയം കൊണ്ടുവന്നത്. അതുവരെ ആത്മാവ് വിഘടിക്കില്ല എന്നായിരുന്നു ആത്മീയതയിലെ തത്വം. അപ്പോ അതങ്ങനെയല്ല. ആത്മൻ എന്നുള്ള വാക്ക് അത് പ്ലസ് മൻ, 2 വാക്കാണ്. അത് എന്ന് പറഞ്ഞാൽ ചലനം എന്നർത്ഥം, മൻ എന്ന് വെച്ചാൽ നമുക്കറിയാം മനസ്സ്. അപ്പോൾ ചലനവും ചിന്തയും, അതായത് ശരീരത്തിന്റെ ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചേഷ്ടകള്,
നമ്മുടെ പെരുമാറ്റ രീതി. മനസ്സിന്റെ ചലനം എന്ന് പറഞ്ഞാലോ നമ്മുടെ മനോഭാവം. അപ്പോൾ നമ്മുടെ മനോഭാവവും പെരുമാറ്റ രീതിയും അടങ്ങുന്ന അതിന്റെ രണ്ടിന്റെയും ഒരു സംഘടിതമായ ഒരു വിത്ത് പോലെയുള്ള രൂപത്തിലാണ് ആത്മാവ്. അപ്പൊ അതൊരു കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിനെ വിഘടിക്കാൻ സാധിക്കും. അപ്പോ എന്താ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളുടെ പെരുമാറ്റ രീതിയും അതുപോലെ മനോഭാവവും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആത്മാവിനെ ബാധിക്കും. ഇത് എനിക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ്. അതുവരെ ഞാൻ ഈ സ്വഭാവ രൂപീകരണത്തിന് എന്താണ് ആത്മീയതയിൽ ഇത്ര പ്രാധാന്യം എന്നുള്ളതിനെ കുറിച്ച് അത്ര ഡീപ്പായിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു റിവലേഷൻ ആയിരുന്നു. അതായത് ഈ ആത്മൻ എന്നുള്ളതിന്റെ രൂപം അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ സ്വഭാവ പെരുമാറ്റ രീതിയും മനോഭാവം അടങ്ങുന്ന സ്വഭാവം എന്ന് പറയുന്നത് ആത്മാവിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കും. അപ്പോ അദ്ദേഹം പറയുന്നത്, അപ്പൊ ആത്മാവിനെ വിഭജിക്കാൻ പറ്റുന്നതാണ്, അത് കോമ്പൗണ്ട് ആണെന്ന്. നമ്മുടെ ആത്മീയ പുരോഗതിയുടെ ഒരു അവസ്ഥയിൽ, അതായത് നമ്മുടെ ആത്മീയതയുടെ നമ്മുടെ ആത്മാവ് കൂടുതൽ പരിശുദ്ധിയും പൊട്ടൻഷ്യലും നേടുന്ന സമയത്ത്, പരിശുദ്ധിയും വീര്യവും ആർജിക്കുന്ന സമയത്ത്, അതായത് ആത്മീയ പരിശീലനത്തിലൂടെ, പ്രത്യേകിച്ച് ട്രാൻസ്മിഷന്റെ സഹായത്തോടു കൂടിയുള്ള ധ്യാനത്തില്, ഒരു പ്രത്യേക അവസ്ഥയിൽ ഈ ആത്മാവ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവണം. ഒന്ന് സ്പിരിച്വൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് പ്രകാശിത ലോകത്തിൽ പുനർജനിക്കുന്നു. മറ്റേ ഭാഗം ജീവാത്മാവായിട്ട് ഭൂമിയിൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും അതോടൊപ്പം സംസ്കാരങ്ങളിലും ഭോഗം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പൊ രണ്ടായി. ഇനിയാണ് കൂടുതൽ പ്രശ്നം. ഭൂമിയിലുള്ള ഈ ജീവാത്മാവ് അതിൻ്റെ മനോഭാവവും പെരുമാറ്റ രീതിയും അനുസരിച്ചാണ് പ്രകാശ ലോകത്തിലുള്ള സ്പിരിച്വൽ എൻറ്റിറ്റിയുടെ വളർച്ചയും തളർച്ചയും. അപ്പൊ ഇത് പ്രകാശ ലോകത്തിനുള്ള സന്ദേശങ്ങളിൽ വിസ്പേഴ്സ് ഫ്രം ദ ബ്രൈറ്റർ വേൾഡില് ബാബുജി മഹാരാജ് പല സ്ഥലത്തും പറയുന്നുണ്ട്. അപ്പോൾ ചില മെസ്സേജസിന്റെ അടിയിൽ SE എന്ന് പറയാം, സ്പിരിച്വൽ എൻറ്റിറ്റി എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ SE എന്നുള്ള ഒരുപാട് മെസ്സേജസ് കണ്ടപ്പോഴാണ് ചാർജി മഹാരാജ് ഒരിക്കൽ ബാബുജിയോട് ചോദിക്കുന്നത്, എന്താണ് ഈ SE എന്ന് പറയുന്നത്? അപ്പോഴാണ് അദ്ദേഹം പറയാ, അത് നിന്റെ തന്നെ ആത്മീയ സത്ത അല്ലെങ്കിൽ സ്പിരിച്വൽ എൻറ്റിറ്റി പ്രകാശിത ലോകത്തിൽ നിന്ന് നിന്നോട് സംവേദിക്കുന്നതാണ്. അപ്പോ സ്പിരിച്വൽ എൻറ്റിറ്റിയുടെ ഒരു പോസിബിലിറ്റി പ്രായോഗികമായിട്ട് ചാർജി മഹാരാജിന് അപ്പോഴാണ് വ്യക്തമാക്കുന്നത്. അപ്പൊ എന്താ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല്, നമ്മുടെ സ്വഭാവം അതാണ് വാസ്തവത്തിൽ നമ്മൾ ആശയവിനിമയത്തിലൂടെ നമ്മൾ പ്രകടമാക്കുന്നത്. ഇത് നമ്മുടെ എല്ലാ മാസ്റ്റേഴ്സും പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സിന്റെയും പ്രസ്താവന എന്താണ്? ആത്മീയ പുരോഗതി എന്നത് ഗുരുവിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നൊരിക്കലും ഗുരു വ്യതിചലിക്കില്ല. പിന്നെ എന്താണ് ആത്മീയ സാധകന്റെ, പരിശീലകന്റെ ഉത്തരവാദിത്തം? സ്വഭാവ രൂപീകരണം. ആ സ്വഭാവ രൂപീകരണത്തിന് ജീവിത ലക്ഷ്യവും മനുഷ്യന്റെ പരിപൂർണതയായിട്ട് ബന്ധമുണ്ടെന്നാണ് നേരത്തെ ലാലാജി മഹാരാജ് പറഞ്ഞത്. സിവിൽ ടങ് ഈസ് എ പ്രീ റിക്വസിറ്റ് ടു അച്ചീവ് ദ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ്. എത്ര പ്രസക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ എല്ലാ മാസ്റ്റേഴ്സും ഇത് അടിവരയിട്ട് പറയുന്നു. ഇനി ബാബുജി മഹാരാജിലേക്ക് വന്നാൽ അദ്ദേഹം ഇത് വേറൊരു തരത്തിലാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, നമ്മൾ എല്ലാവരും സ്പിരിച്വൽ ലെവലിൽ, ആത്മീയമായ തലത്തിൽ നമ്മളെല്ലാവരും ഒന്നാന്നുള്ള വസ്തുത നമുക്ക് എല്ലാവരും അംഗീകരിക്കണം, അല്ലെ? സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈശ്വരന്റെ ഭാഗമാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒന്നാണ് സ്പിരിച്വൽ തലത്തിൽ. അദ്ദേഹം പറയുന്ന അതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, മാനസികവും ബുദ്ധിപരവും
ധാർമ്മികവുമായിട്ടുള്ള മണ്ഡലങ്ങളിലും നമ്മൾ ഒന്നാണ്. അത് നമുക്ക് പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയ ഒരു പാരഡോക്സ് ആയിട്ട് തോന്നും, അല്ലെ? ഒരു വിരോധാഭാസമായിട്ട് തോന്നും. അത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് തോന്നുന്ന മാനസികമായ തലത്തിൽ നമ്മളൊക്കെ വ്യത്യസ്തരല്ലേ, വ്യത്യസ്ത ചിന്തകളും മനോഭാവങ്ങളും. ബുദ്ധിപരമായിട്ട് നമ്മൾ വ്യത്യസ്തരല്ലേ, ധാർമ്മികതയും നമുക്ക് വ്യത്യസ്തമാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് സാധനയിലൂടെ, ആധ്യാത്മിക സാധനയിലൂടെ, സ്വഭാവ രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മളിത് പ്രാവർത്തികമാക്കേണ്ട ഘടകങ്ങളാണ് ഈ മൂന്നും. മെന്റൽ, ഇന്റലക്ച്വൽ, മോറൽ ലെവലിലുള്ള ഈ സിംഗുലാരിറ്റി എന്ന് പറയും. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല എങ്ങനെയാന്ന്. സ്പിരിച്വൽ ലെവലിൽ ഓക്കെ. ഇനി അത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇപ്പൊ നമ്മുടെ മെന്റൽ ലെവലിൽ, മാനസികമായ തലത്തിൽ നമ്മൾ ഒന്നാണെന്ന് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാം. അത് സ്വഭാവത്തിന്റെ പ്രത്യേകത എന്നാണ്. എങ്ങനെയാണ് നമ്മൾ മാനസികമായ തലത്തിൽ ഒന്നാവുക? നമുക്കറിയാം, നമ്മൾ മെഡിറ്റേഷനിലിരിക്കുന്നു, ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിന്റെ ഉറവിടം എന്നുള്ള ഒരു ചിന്ത. ആ ചിന്ത എന്ത് സംഭവിക്കും? ദിവ്യത്വം എന്നുള്ള ഒരു അനുഭൂതി, ഒരു ഫീലിംഗ് നമുക്ക് തരും. ഫീലിംഗ് തലത്തിൽ നമ്മൾ എല്ലാവരും ഒന്നാണ്, അല്ലെ? അപ്പൊ നമുക്ക് ശാന്തി അനുഭവപ്പെടും, ഉള്ളിൽ ദിവ്യത്വത്തിന്റെ സാന്നിധ്യം. ഈ ദിവ്യത്വത്തിന്റെ സാന്നിധ്യം സ്ഥിരപ്രതിജ്ഞ, നമ്മുടെ ഉള്ളിൽ സ്ഥിരപ്രതിജ്ഞ നേടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് സച്ചിദാനന്ദം എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. നമ്മുടെ നിലനിൽപ്പ് തന്നെ നമുക്ക് അനുഭൂതിയായിട്ട് മാറുന്നു. എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നസ്, ബ്ലിസ് എന്ന് നമ്മൾ പറയില്ലേ, സച്ചിത് ആനന്ദം. അപ്പൊ ആ ദിവ്യത്വത്തിന്റെ സാന്നിധ്യം പെർമനന്റ് ആവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ്. വീണ്ടും ആഴത്തിൽ പോയാലോ, ഈ സച്ചിദാനന്ദത്തിന്റെ സോഴ്സ് എന്താണ് നമ്മൾ ആലോചിക്കും. അല്ലെങ്കിൽ അവിടേക്ക് പോകാനുള്ള ഒരു പരിശുദ്ധിയും വീര്യവും അപ്പൊ ആത്മാവിന് ലഭിക്കും. അപ്പോഴാണ് നമ്മൾ ബോധത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ മദർ ടീച്ചർ എന്താണെന്ന് ആലോചിക്കും. അപ്പോഴാണ് നമുക്ക് ആ വോയിഡ്, അല്ലെങ്കിൽ ശൂന്യത, അല്ലെങ്കിൽ നത്തിങ്നെസ് ഫീൽ ചെയ്യുക. ആ നത്തിങ്നെസ്സിലൂടെ നമ്മൾ എല്ലാവരും കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ തുടങ്ങിയത് എവിടുന്ന? വ്യത്യസ്തമായിട്ടുള്ള മെന്റൽ ലെവൽ, മനസ്സിന്റെ തലത്തിൽ നിന്ന് തുടങ്ങിയത്. പക്ഷെ ആഴത്തിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്. ഇത് സാധനയിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ സാധന ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെ? ഇതാണ് മെന്റൽ ലെവലില് നമ്മുടെ ഏകത്വം. ഇനി ഇന്റലക്ച്വൽ ലെവലിലേക്ക് വന്നാലോ, ബുദ്ധിപരമായിട്ട് നമ്മൾ എല്ലാവരും വേറെ വേറെയാന്ന് തോന്നും. വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളും ആശയങ്ങളും നമുക്ക്. ഉദാഹരണത്തിന് ഈ മതം, റിലീജിയൻ എടുത്തോളൂ. വ്യത്യസ്തമായിട്ടുള്ള റിലീജിയൻ ലോകത്തിൽ. ഓരോ റിലീജിയനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. നമ്മൾ ആഴത്തിൽ പോയാലോ എല്ലാ റിലീജിയന്റെയും അന്തസത്ത ഒന്നാണ്, അല്ലെ? റിലീജിയൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? റീകണക്ട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മനുഷ്യനെ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യാനാണ് എല്ലാ റിലീജിയനും വന്നത്. അപ്പൊ അതിന്റെ അന്തസത്ത ഒന്നാണ്. പക്ഷെ ബാഹ്യമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാംസ് അതിന്. ഇപ്പൊ ബാഹ്യമായിട്ട് വ്യത്യസ്തമായിട്ട് നമ്മൾ വിഘടിക്കുന്നതായിട്ട് തോന്നുമെങ്കിലും അന്തസത്ത ഒന്നാണെന്നുള്ളതാണ് അതിന്റെ വിവേകത്തിന്റെ പോയിന്റ്. ഇപ്പൊ റിലീജിയനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാള്, ഇന്റലക്ച്വൽ ലെവലിൽ റിലീജിയനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാള് ഉൾക്കൊള്ളുന്ന വിവേകം എന്തായിരിക്കും? ഇതെല്ലാം ഒന്നാണ്, അല്ലെ? ഇതിന്റെ അന്തസത്ത ഒന്നാണ്. അതായത് ബുദ്ധിപരമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ വ്യത്യസ്തരാണെന്ന് തോന്നുമെങ്കിലും വിവേകത്തിന്റെ അവസ്ഥയിൽ നമ്മൾ ഒന്നാണ്. ഇപ്പൊ ഹാർട്ട്ഫുൾനെസ്സിൽ എന്താണ്? നമ്മളെ ബുദ്ധി വിവേകാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ഈ കണ്ടീഷനിങ് അല്ലെങ്കിൽ ശീലവിധേയത്വമാണ് ഈ വ്യത്യസ്തത നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഹാർട്ട്ഫുൾനെസ് ക്ലീനിങ് നമ്മുടെ ബുദ്ധിയെ വിവേകാക്കി മാറ്റും. ആ സമയത്ത് വീണ്ടും ബുദ്ധിപരമായ തലത്തിലും നമ്മൾ ഒന്നാണ് എന്നത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണെന്ന് ബാബുജി മഹാരാജ് പറയണമെന്ന് നമുക്ക് ബോധ്യമാകും. അപ്പോ മാനസികമായി, ബുദ്ധിപരായി അവിടെ ഒന്നാണ്. ഈ ധാർമ്മികത എടുത്തു നോക്കൂ.
ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മം എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് സസ്റ്റെയിൻസ്, നമ്മളെ നിലനിർത്തുന്നതാണ്. അതായത് എല്ലാത്തിനെയും നിലനിർത്തുക, അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പൊ വ്യക്തി, സമൂഹം, പ്രപഞ്ചം, ഈശ്വരൻ, ഈ 4 ലെവലിലും വ്യക്തിയുടെ ആശയാഭിലാഷങ്ങൾ അല്ലെങ്കിൽ ചിന്തകളും പ്രവൃത്തികളും അല്ലെങ്കിൽ മനോഭാവവും പെരുമാറ്റ രീതിയും ഈ 4 ഘടകങ്ങളെ ഒരേപോലെ സമഞ്ജസമായി യോജിപ്പിക്കുമ്പോഴാണ് ധാർമ്മികത നമ്മൾ പറയുന്നത്. അവിടെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് വന്നാൽ, ഒരു ഡിപ്രഷൻ വന്നാൽ, നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഡിപ്രഷൻ വന്നാൽ എന്താ ഉണ്ടാവുക? കൊടുങ്കാറ്റടിച്ച് എല്ലാം നശിക്കും. അങ്ങനെയുള്ള വ്യക്തി എപ്പോ വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബാണ്. അപ്പൊ ധാർമ്മികത എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിലനിർത്തുക എന്നാണ് അർത്ഥം. ധർമ്മം എന്നുള്ള വാക്കിനെ സംസ്കൃതത്തില് അത് ആ വേർഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ ധ, എർ, മ 3 ധാതുക്കൾ ചേർന്നാണ്. ധ എന്ന് പറഞ്ഞാല് ബുദ്ധി, ബോധം, വേർതിരിവ് എന്നാണ്. എർ എന്ന് പറഞ്ഞാൽ തത്വം. മ എന്ന് പറഞ്ഞാൽ അത് ഇല്ലാണ്ടാക്കുക. അപ്പോ വേർതിരിവ് എന്ന തത്വം ഇല്ലാതാക്കുക എന്നാണ് ധർമ്മം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് വേർതിരിവ്? ഇതൊരു പശു, ഇതൊരു മരം, ഇതൊരു മനുഷ്യൻ, ഇതൊരു മൃഗം, ഇതൊരു പക്ഷി, ഇതൊക്കെയാണ് വ്യത്യസ്തതകൾ. ഈ വ്യത്യസ്തതകൾ എന്നുള്ള തത്വം ഇല്ലാതെയാക്കണേനാണ് ധർമ്മം എന്ന് പറയുന്നത്. അതായത് ആ സിംഗുലാരിറ്റിയെ കുറിച്ചാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോ ഇൻഡിവിജ്വൽ, സോഷ്യൽ, കോസ്മിക് ആൻഡ് ഡിവൈൻ തലത്തിലുള്ള സമഞ്ജസമായ യോജിപ്പിനെയാണ് നമ്മൾ ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഒരു ലയാവസ്ഥയിൽ, സമാധി എന്നുള്ള ലയാവസ്ഥയിൽ നമ്മളെല്ലാവരും ഒന്നാണ്. അപ്പൊ അതും സാധന കൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ്, പ്രാവർത്തികമാക്കേണ്ടത്. ഇപ്പൊ ബാബുജി മഹാരാജ് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ആത്മീയ തലത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ് നമുക്കറിയാം. പക്ഷെ മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ധാർമ്മികമായിട്ടും നമ്മൾ ഒന്നാണെന്ന് സാധനയിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത്രയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു കോമൺ ആയിട്ട് നിന്ന് വരുന്ന കോമൺ ഡിനോമിനേറ്റർ എന്താണെന്ന് പറയും. നമ്മുടെ സ്വഭാവത്തിന്റെ ബാഹ്യമായിട്ടുള്ള പ്രകടനമാണ് ആശയവിനിമയം, അല്ലേ? അപ്പോ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനോഭാവവും പെരുമാറ്റ രീതി. അപ്പോൾ ഒരു ആത്മീയ സാധകന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പരിപൂർണത ലക്ഷ്യമാക്കി പോകുന്ന ഒരാളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഇത് പരിഷ്കരിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മള് ലാലാജി മഹാരാജും ബാബുജി മഹാരാജും പറഞ്ഞ അത് എന്താണ് പരിഹാരം അദ്ദേഹം പറയണത്? അവിടെയാണ് ഒരു കോമൺ പോയിന്റ്. അതായത് ഹൃദയപൂർവമായിട്ടുള്ള ആശയവിനിമയത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഴത്തിലുള്ള ധ്യാനം. ആ ധ്യാനാത്മകമായ അവസ്ഥ നിലനിർത്തും. അപ്പോൾ ധ്യാനാവസ്ഥ നിലനിർത്തുക, അതാണ് ഹൃദയപൂർവമായ ആശയവിനിമയത്തിന്റെ പ്രഥമ ചരണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് മറ്റ് മാസ്റ്റേഴ്സ്, ചാർജി മഹാരാജ്, ദാജിയൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ഫ്യൂച്ചർ എപ്പിസോഡ്സിൽ നമുക്ക് പരിശോധിക്കാം. താങ്ക് യു. നമസ്കാരം. ഇതിനെ കുറിച്ച് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് എനിക്ക് പറയാനാവുന്നില്ല. കാരണം എങ്ങനെയാണ് ധർമ്മത്തിലൂടെ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ആക്ച്വലി ഇന്നത്തെ ഒരു കോൺവെർസേഷനിലൂടെ ഞാനും മനസ്സിലാക്കേണ്ടത്. അതായത് എന്താണോ നമ്മൾ ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്, അതിനെ നമ്മൾ നമ്മുടെ ആക്ഷൻസിലൂടെ അത് എക്സ്റ്റേണലൈസ് ചെയ്ത് പുറത്തേക്ക് ആശയവിനിമയത്തിലൂടെ, സംസാരത്തിൽ, കമ്മ്യൂണിക്കേഷനിലൂടെ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ശരിക്കും ഉള്ള ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിന് വേണ്ടി അങ്കിൾ ഭഗവത്ഗീതയും കൂടെ കണക്ട് ചെയ്തിട്ട് അതിലെ സ്റ്റോറീസിനെ അടിസ്ഥാനമാക്കി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമുക്കും പരിചയമുള്ള സ്റ്റോറിയിലൂടെ കണക്ട് ചെയ്തിട്ട്
അതിനോടൊപ്പം കൂടെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, ആ ധ്യാനത്തിലൂടെ എങ്ങനെയാണ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിലേക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇത് വളരെ മനോഹരമായി എക്സ്പ്ലെയിൻ ചെയ്യണ്ടായി. താങ്ക് യു സോ മച്ച് അങ്കിൾ. അപ്പോ ഇതിന്റെ ഒരു ബേസിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന എപ്പിസോഡുകളിലൂടെ നമ്മൾ ഇതിനെ കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതായത് ദാജിയുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ്. സോ താങ്ക് യു സോ മച്ച് അങ്കിൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇതിനുശേഷം നമ്മൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ എങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ യൂണിവേഴ്സൽ പ്രേയർ കഴിഞ്ഞ് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ യൂട്യൂബ് ലൈവ് ക്ലോസ് ചെയ്യും. പക്ഷെ നിങ്ങൾ എല്ലാവരും തന്നെ ധ്യാനം കണ്ടിന്യൂ ചെയ്യുക. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നുള്ളത് വളരെ മൃദുലമായി റിലാക്സായി കണ്ണുകൾ അടച്ച് ഹൃദയത്തിൽ ദിവ്യപ്രകാശമുണ്ടെന്നും ആ പ്രകാശം നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലൂടെ ധ്യാനിക്കുക. ഈ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ വരികയാണെങ്കിൽ തിരിച്ച് ഹൃദയത്തിലുള്ള ദിവ്യപ്രകാശത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് ധ്യാനം കണ്ടിന്യൂ ചെയ്യും. അതിനുശേഷം 15 minutes യൂണിവേഴ്സൽ പ്രയർ കണ്ടിന്യൂ ചെയ്യുക. ലോകത്തിലുള്ള എല്ലാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനൊരു സ്നേഹം, ലവ്, ബ്രദർഹുഡ്, ഫെയ്ത്ത് വളരുന്നു എന്നുള്ളൊരു സങ്കല്പത്തിലൂടെ 15 minutes യൂണിവേഴ്സൽ പ്രയർ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം സത്സംഗം. അത് കഴിഞ്ഞ് 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യണം. താങ്ക് യു. നമസ്കാരം. താങ്ക് യു.